നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മമ്മൂക്ക എന്ന മഹാനടൻ അഭിനയിച്ച ഒരു സിനിമയാണ് ബ്രഹ്മയുഗം. അപ്പൊ ഈ സിനിമയുടെ ഒരു റീമേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് അഭിനയിച്ച് തകർത്ത് തരിപ്പണമാക്കുന്ന മമ്മൂക്കായെക്കാളും വെല്ലുന്ന രണ്ട് അഭിനേതാക്കളാണ് ഈ വീഡിയോയിലൂടെ നമുക്കിലേക്ക് എത്തിയിരിക്കുന്നത്. കാണാതെ പോരുത്. ഇപ്പൊ സോഷ്യൽ മീഡിയയും തുറന്നു കഴിഞ്ഞാൽ ഈ രണ്ട് മരവാണങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. അവരിങ്ങോട്ട് പൈസ തരാം, ഇവന്മാരെ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് കയറ്റി വിട്ടോ എന്നാണ് പലരും വന്ന് പറയുന്നത്. എനിക്ക് സത്യം പറയാമല്ലോ, വീഡിയോ കണ്ടിട്ട് എനിക്ക് ചിരിക്കാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഈ വീഡിയോ അത് കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ ഇതിന് മറുപടി കൊടുക്കുക. നമുക്ക് എന്തായാലും ഇവന്മാരുടെ ആ തകർപ്പൻ പെർഫോമൻസ് ഒന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. വിശപ്പ് മാറും വരെ കഴിക്കുക, ആവോളം കഴിക്കുക. ദൈവമല്ലല്ലോ, ഞാനല്ല തന്നത്. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. പിന്നെ എങ്ങനെയാ പറഞ്ഞേ? എന്നാ എന്നൊരു പാട്ട് പാട്ട്. വേണ്ട, ഇനി നിന്റെ പാട്ടോ കൂത്തൊന്നും വേണ്ട. നീ കരുതുന്ന പോറ്റി ഈ താഴെ കിടക്കുന്ന സത്യം പറയാം. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഈ 2-3 മരവാണങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക. എവിടുന്നെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരെണ്ണത്തിനെ വിളിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഇത് ഇത്തരത്തിലുള്ള കോപ്രായങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പോറ്റിനെ നിങ്ങളുണ്ടല്ലോ, പോറ്റിയല്ല ഇവൻ നാറ്റിയാണെന്നാണ്. എന്താ പറയണ്ടേ? ഈ അലൻ ജോസ് പെരേര എന്ന് പറയുന്ന ഒരുത്തൻ, സാധാരണ നമ്മൾ ഇവനെ സിനിമ റിവ്യൂസിലൊക്കെയാണ് നമ്മൾ കാണാറുള്ളത് അല്ലേ. അതിനകത്ത് വന്നിട്ട് ഇവന്റെ ആ ഒരു കോപ്രായത്തിലുള്ള ആ ഒരു ഇതൊക്കെയായിരുന്നു കണ്ടുകൊണ്ട്. പക്ഷെ ഇപ്പം അതിൽ നിന്നൊക്കെ മാറി പുള്ളി കിടിലം പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുക. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അപാര പെർഫോമൻസ്. ഇപ്പൊ ബ്രഹ്മയുഗം എന്ന സിനിമ മമ്മൂക്കക്ക് ഇപ്പം നാഷണൽ അവാർഡ് വാങ്ങിച്ചു കൊടുത്തു. ഇതെങ്ങാനും ഈ അവാർഡിന് പരിഗണിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മമ്മൂക്കായി മാറ്റി നിർത്തിയിട്ട് ഇവൻ അവാർഡ് കൊടുത്തേനായിരുന്നു. എന്നാ പെർഫോമൻസ് ആണല്ലേ. സത്യം, ഞാനേ ഇത് എന്താ പറയണ്ടേ, ഇതിന്റെ ഈ ഓരോ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകൾ വായിച്ചാൽ ഒരു ദിവസം നമുക്ക് കുത്തിയിരുന്ന് ചിരിക്കാനായിട്ടുള്ള ഒരുപാട് വകുപ്പുകളുണ്ട്. നിങ്ങളെ സ്നേഹക്കൂടെന്ന് പറയുന്ന ഒരു ചാനലുണ്ട് കേട്ടോ, ഫേസ്ബുക്കിനകത്തൊക്കെ ഉള്ളതാണ്. അത് നിങ്ങളൊന്ന് പോയി കാണണം. അതിനകത്ത് അവിടുത്തെ അന്തേവാസികളായിട്ടുള്ള ഈ അച്ഛനും അമ്മമാരും മക്കൾ ഉപേക്ഷിച്ച് അവിടെ എത്തപ്പെട്ടിട്ടുള്ള കുറേ പാവങ്ങളുണ്ട് കേട്ടോ. അവരുടെ സ്നേഹക്കൂടെന്ന് പറയുന്ന ഈ ഒരു ചാനലിനകത്ത് ഒരുപാട് വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അതിലൊരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. കണ്ടാണല്ലോ വേറെ ലെവൽ കേട്ടാ. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു എന്താ ഒരു വിഷമം ഫീൽ. അതായത് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നഷ്ടപ്പെട്ടപ്പോഴാണ് നമ്മൾ അവരുടെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. പക്ഷേ പലരും അവരുടെ സ്വകാര്യ ജീവിതത്തിൽ ഇവർ വിലങ്ങുതടി ആകുമ്പോഴത്തേക്ക് അവരെ കൊണ്ട് ഉപേക്ഷിച്ച് തള്ളുന്നില്ലേ. നീയൊക്കെ വിചാരിച്ചോളുക, ഒരു കാലത്ത് ഇതേപോലെ വന്നു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴായിരിക്കും ആ വേദനയുടെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് നിനക്കൊക്കെ മനസ്സിലാകുന്നത്. കണ്ടുപോയിക്കോ. കുന്തം പിടിക്കാൻ പോലെ നിൽക്കാതെ ചോദിക്കടി, എന്താ പുതിയ പ്രശ്നം? ഒരിക്കൽ ഇവൻ ഒരു പെണ്ണിനോടൊപ്പം ബാലക്കനെ കണ്ടു എന്ന് പറഞ്ഞപ്പോ അതൊരു സുഖത്തിന്റെ അനിയത്തിയായിരുന്നു. ഇന്ന് എന്റെ അച്ഛൻ കണ്ട ആ പെണ്ണ് ആരുടെ അനിയത്തിയാ? അനിയത്തിയാ? ആരുടെ അനിയത്തി? നിന്റെ കൂടെ കണ്ട അഴിഞ്ഞാട്ടക്കാരി ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്കിൽ വാടാ, ആ കല്യാണത്തിൽ എല്ലാവരും ഇരിക്കുവാ. അവിടെ നീ എണ്ണി കൊടുത്ത പണവും വാങ്ങി കൊടുത്ത പൊന്നും എത്രയാണെന്ന് എനിക്കറിയാം. ഏതാടാ അവള്? അമ്മ വെറുതെ അതാണ് ഞാൻ വെറുതെ പറയാ. സ്ഥിരബുദ്ധിയുള്ള ഒരു തന്തയും സ്വന്തം മകളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി അവളുടെ ഭർത്താവിനെ കുറിച്ച് കള്ളം പറയില്ല. മക്കളുടെ തലത്തോട്ട് സത്യം ചെയ്യും. ഈ കേട്ടതൊന്നും സത്യമല്ല. എന്റെ രാധിക അങ്ങനൊന്നും ഇല്ല. പിന്നെ എങ്ങനെയാ ഏട്ടൻ ഇത്ര ചീപ്പായി പോയല്ലോ? കളവൻ മാസാമാസം എണ്ണി വാങ്ങുന്ന 8000 രൂപ ശമ്പളം മതിയാവാഞ്ഞിട്ട് നാട്ടുകാരോട് മുഴുവൻ കടം വാങ്ങി വീട്ടുകാരെ പറഞ്ഞ് പറ്റിച്ച് സുഖിച്ച് നടക്കുന്ന കണ്ണി ചോരയില്ലാത്ത കടൻ. അതെ, ഞാൻ കള്ളനാ, കണ്ണി ചോരയില്ലാത്തവനാ. ആർക്കാ അതിന് എത്ര ഛേദം? എന്നും എന്നെ കുറ്റപ്പെടുത്താനും തള്ളി പറയാനും അല്ലാതെ എന്നെ കുറിച്ച് ഒരു നല്ല വാക്ക് പറയാൻ നിങ്ങൾ എന്തെങ്കിലും ഈ പടി കയറി വന്നു? നല്ല വാക്ക് പട്ടും വളയും വാങ്ങി കൊടുത്ത് കട വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. എനിക്ക് ഭ്രാന്താണെന്നേ, എല്ലാവരെയും സ്നേഹിച്ചു പോയതുകൊണ്ടുള്ള ഭ്രാന്ത്. എന്റെ കൂടെ ഒരു പെണ്ണിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോ ഇത്രയും കാലം എന്റെ ഭാര്യയായി കഴിഞ്ഞ നിനക്ക് എന്താ തോന്നിയത്? പറ. നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ 8000 രൂപ ശമ്പളം വാങ്ങുന്നത്, പക്ഷെ എനിക്ക് കിട്ടുന്ന 4000 രൂപ. അതെന്തുകൊണ്ടാ? ഇവളുടെ അനിയത്തിയുടെ കല്യാണത്തിന് 1 ലക്ഷം രൂപ കുറവുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എന്റെ മുമ്പിൽ വന്ന് കണ്ണ് നനച്ചുകൊണ്ട് എന്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് കടം വാങ്ങിച്ചു തന്നുകൊണ്ട് മാസം 4000 വെച്ച് പിടിക്കുക അതിലേക്ക്. അതൊക്കെ ഈ തോന്നിയവാസിയുടെ താന്തോന്നി തരാണല്ലോ അല്ലേ മാവാ? നിനക്കൊക്കെ ഞാൻ ചീപ്പാണല്ലേ? ഇടാ, 10ാം ക്ലാസ്സിൽ തോറ്റ് നീ പഠിപ്പ് നിർത്തി തെണ്ടാൻ ഇറങ്ങിയപ്പോ സ്വന്തം റിസ്കിൽ ലോൺ എടുത്ത് വീഡിയോ ക്യാമറയും മിക്സിംഗ് യൂണിറ്റും കോപ്പും ഒക്കെ ഉണ്ടാക്കി തന്നത് ഈ ചേട്ടൻ ചീപ്പായതുകൊണ്ടാണ്. എന്നിട്ട് അതിൽ നിന്നൊരു ചില്ലി കാശിന്റെ ഉപകാരം ഇതുവരെ ഈ കുടുംബത്തിനുണ്ടായിട്ടുണ്ടോ? കുടുംബം എന്ന് പറഞ്ഞാൽ എങ്ങനെ? കൊടുക്കുന്നവരെന്നും കൊടുത്തോണ്ടിരിക്കും, വാങ്ങുന്നവരെന്നും വാങ്ങിച്ചോണ്ടിരിക്കും. കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും ഞാൻ കണക്ക് സൂക്ഷിക്കാറില്ല. അതെനിക്ക് ഇഷ്ടമല്ല. എനിക്കറിയാം എങ്ങനെ ജീവിക്കണം. ഞാൻ എനിക്ക് തോന്നിയ പോലെ ജീവിക്കും. അതിലിടപെടാൻ ആരും വരണ്ട. എന്താടാ പറഞ്ഞത്? തോന്നിയ പോലെ ജീവിക്കുന്നു. മരിക്കുന്നതുവരെ ഒരാളെ കൊണ്ട് പേരുദോഷം കേൾപ്പിച്ചിട്ടില്ലാത്ത ആ അച്ഛന്റെ മോൻ തന്നെയാണോ നീ? അതെ,
ആ അച്ഛന്റെ മകൻ തന്നെയാ ഞാൻ. ആ അച്ഛന് വേണ്ടി ജീവിക്കുന്ന മകൻ. നിങ്ങളിത് കണ്ടില്ലേ? ഇതൊക്കെയാണ് പെർഫോമൻസ് എന്ന് പറയുന്നത് അല്ലേ. അവരൊന്നും ഒരിക്കലും ഈ അഭിനേതാക്കളൊന്നുമല്ല. ജീവിതത്തിന്റെ സാഹചര്യത്തിൽ ഇവിടെ വന്ന് പെട്ടുപോയ ആൾക്കാർ അവരെല്ലാം. അവർ ഉള്ളിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ കാണുന്നത്. സത്യം ഹാൻഡ്സ് ഓഫ്. നിങ്ങൾ ആ സ്നേഹക്കൂട് എന്ന് പറയുന്ന ആ ഒരു ചാനൽ നിങ്ങൾ പോയി സപ്പോർട്ട് ചെയ്യുക. കാരണം ആ അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സ്നേഹവും സന്തോഷമൊക്കെ അത് മാത്രമേ ഉള്ളൂ കേട്ടോ. കഴിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് പോയി സന്ദർശിക്കുക. കാരണം മക്കളെയൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി അവിടെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. കാരണം നാളെ നമുക്ക് ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി എങ്കിലും ഒരു മുൻകരുതലെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 2 മരവാണകളെ കൊണ്ട് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുക കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും